ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ 9ാമത്തെ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 10ാം രാവ് നമ്മളിലേക്ക് വരികയാണ്. ആശൂറയിൻ്റെ രാവ് വരികയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് താസുആഇൻ്റെ മുഹറം 9ൻ്റെ പകലിലാണ്. അൽഹംദുലില്ലാ, ഇന്നലെയും നോമ്പ് പിടിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇന്ന് ഞായറാഴ്ച നോമ്പ് പിടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നാളെയും നോമ്പ് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, നാളെയും നോമ്പ് പിടിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും നോമ്പുകളെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു 10 സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞു തരാം. 10 വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങളാണ് ഇന്നത്തെ പകലും അതോടൊപ്പം തന്നെ ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ആശൂറാ രാവിലും നമ്മൾ ചെയ്യേണ്ടത് 10 കാര്യങ്ങളാണ്. അതിൽ ചൊല്ലേണ്ട ദിക്റുണ്ട്, പറയേണ്ട സ്വലാത്തുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കരുതി വെക്കേണ്ട ചില നിയ്യത്തുകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാം. അല്ലാഹു തആല നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നമ്മുടെ നിസ്കാരം, മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാകും, അവരും വിഷമിക്കേണ്ട. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ആമീൻ. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പവിത്രമായ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 9ാമത്തെ പകലിലാണ്, അൽഹംദുലില്ലാ താസുആഇൻ്റെ പകലിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ കബൂലിയത്ത് കിട്ടുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പിടിക്കണം, അനുഷ്ഠിക്കണം എന്ന് വളരെയധികം ആഗ്രഹത്തോടുകൂടി കരുതിയ ഒരു നോമ്പ്, എന്നാൽ അതരവായി റസൂലുള്ളാഹി തങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയൊരു നോമ്പ്, അതാണ് താസുആഇൻ്റെ നോമ്പ് അഥവാ മുഹറം 9ൻ്റെ നോമ്പ്. ആ നോമ്പിൻ്റെ പുണ്യമായ പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് നമുക്ക് മുഹറം 9ൻ്റെ നോമ്പാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലായി കാണും, ഉസ്താദ് ഇന്ന് മുഹറം 10ൻ്റെ നോമ്പല്ലേ എന്ന് സംശയം ഉള്ളവരുണ്ടാവാം. അങ്ങനെ നോമ്പ് പിടിക്കുന്നവർക്ക് അങ്ങനെയുമാവാം. കാരണം നമ്മളതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് നോമ്പ് പിടിച്ചാൽ അത് വളരെ പുണ്യമുള്ള ഒരു നോമ്പാണ്. ഇന്ന് നോമ്പ് പിടിക്കണം എന്നതിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറം 9 ആവട്ടെ 10 ആവട്ടെ, ഇന്നത്തെ ദിവസം നോമ്പ് പിടിച്ചാൽ പ്രതിഫലമുണ്ടോ? ഉണ്ട്. എന്താണ് പ്രതിഫലം? യുകഫിറുസ്സന, ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാ വിധത്തിലുള്ള ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകട്ടെ. ഈ നോമ്പ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ, മുഴുവനും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം 9, മുഹറം 10, മുഹറം 11 ഈ 3 ദിവസവും വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് കേട്ടോ. മുഹറം 1 തൊട്ട് 30 വരെ നോമ്പ് പിടിക്കാം, അങ്ങനെ പിടിക്കുന്നവർക്ക് പിടിക്കാം. അപ്പോൾ ചില സഹോദരന്മാർ ചോദിച്ചു, അതൊക്കെ ബിദ്അത്തല്ലേ എന്ന്. അതൊക്കെ ബിദ്അത്തല്ലേ എന്ന്. എവിടെ നോമ്പ് പിടിക്കുന്നതിൽ ഇപ്പം എന്താ ബിദ്അത്ത്? നോമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും പിടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്ന മാസം ഏതാ? മുഹറം മാസമാണ്. അതുകൊണ്ട് മുഹറം 1 to 30 നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 1 ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം മാസത്തിലെ 10 മാത്രം നോമ്പ് പിടിക്കാം, മുഹറം 9, 10 ദിവസങ്ങൾ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം 9, 10, 11 ദിവസങ്ങൾ നോമ്പ് പിടിക്കാം. ഏറ്റവും നല്ലത് മുഹറം 9, 10, 11 ദിവസങ്ങളിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നോമ്പ് പിടിക്കൽ ഏറ്റവും ഖൈറാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഇന്നത്തെ നോമ്പിനെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മുഹറം 9ൻ്റെ പകലാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി പോരിശയേറിയ വളരെയധികം പ്രാധാന്യമുള്ള മുഹറം 10ാം രാവ് നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ,
അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ചെയ്യുന്ന അമലുകൾ ഒരുപാട് ന്യൂനതയുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. അതൊക്കെ പരിഹരിച്ച് അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന്, ഇബ്ലീസ് അവൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സമയങ്ങളിൽ ഒന്നാണ് ഈ പറയപ്പെട്ട ദിവസങ്ങളൊക്കെ. കാരണം അല്ലാഹു തആല ഇബ്ലീസിനെ പരാജയപ്പെടുത്തുകയും ഇബ്ലീസിന്റെ ശത്രുക്കളായ പ്രവാചകന്റെ ശത്രുവാണ് ഇബ്ലീസ്, ആ ശപിക്കപ്പെട്ട ഇബ്ലീസിനെ പരാജയപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ എന്നാൽ പിശാചിൻ്റെ ഇബ്ലീസിൻ്റെ ശത്രുക്കളാകുന്ന മഹാന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ഏകദേശം എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, സഹായങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു തആല കൊടുത്ത സമയത്തിലൂടെയൊക്കെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇന്നത്തെ മഗ്രിബിന് മുമ്പ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഇൻഷാ അല്ലാഹ് എല്ലാവരും ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 40 വട്ടം ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, 40 വട്ടം ആരൊക്കെ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഒന്ന് കമന്റിൽ എഴുതണേ. ഇന്നത്തെ ദിവസം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരെങ്കിലും കമന്റായി എഴുതിയാൽ വലിയ ഖൈറാണ്, ഇൻഷാ അല്ലാഹ് വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ഈ വീഡിയോ പൗസ് ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഏത് സമയത്തും നിങ്ങൾക്ക് ഓതാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 9 ദിവസം, മുഹറം 10 ദിവസം, മുഹറം 10 രാവിലൊക്കെ എന്താണ് ഉസ്താദെ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, ഏത് ദിക്റാണ് ചൊല്ലേണ്ടതെന്ന് ചോദിക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ നിസ്കാരം ഉള്ളവരുണ്ടാവാം, നോമ്പ് പിടിക്കുന്നവരുണ്ടാവാം, നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടാവാം, നിസ്കാരമില്ലാത്തവരുണ്ടാകാം, ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും പറയാൻ പറ്റുന്ന ഒരു വാക്കാണിത്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഫഖാല, നബി തങ്ങൾ പറയുന്നു, അലാ ഉഖ്ബിറുകും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ ബലായദ് ദുനിയാ. ഒരു മനുഷ്യന് ഇറങ്ങിയ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, പരീക്ഷണം വരുമ്പോൾ, പരീക്ഷണം, രോഗം, പ്രയാസം, ബുദ്ധിമുട്ട്, വീടില്ല, വാഹനമില്ല, മക്കളില്ല, ജോലിയില്ല, വിവാഹം ശരിയാകുന്നില്ല, ഇങ്ങനെ രോഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട്, പ്രയാസങ്ങളുള്ള സമയത്ത് ദഅ ബിഹി യുഫറജു അൻഹു, ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഈ ദുആവൻ പറഞ്ഞാൽ, വിശുദ്ധമായ ഖുർആനുള്ള ചെറിയൊരു വാക്കാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല സഹായം കൊടുത്തൊരു വാക്കാണ്. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഖൈറാണ്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പറയേണ്ടതാണ്. മുഹറം 9-നും 10-നും 11-നും ഒക്കെ നമ്മൾ പറയണം. എന്താണത്? ദുആഉദ്ദിന്നൂൻ. അത് ദിന്നൂൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന എൻ്റെ സഹോദരനാകുന്ന മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. ഏതാണത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിൻ്റെ എണ്ണം പറയുന്നത് 40 മറ, 40 വട്ടം എന്നാണ്. ഒരുവൻ ഫമാത്ത ഫീ മറലി ദാലിക, ഒരാളൊരു രോഗിയായാൽ, രോഗമുള്ള ഒരു മനുഷ്യൻ, അയാൾ ഇത് 40 വട്ടം പറഞ്ഞാൽ അവൻ്റെ രോഗം അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. ഇനിയോ അയാൾ ആ രോഗത്തിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഫഖദ് ഗുഫിറ ലഹു ജമീഅ ദുനൂബിഹി, അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം, ഇന്നത്തെ രാവ്, ഇന്നത്തെ മഗ്രിബോട് കൂടി വരുന്ന സമയം, ഇന്നത്തെ രാത്രി, നാളത്തെ പകൽ, ഒരെണ്ണം ഞാൻ പറഞ്ഞതാണ് 40 എന്ന്. എത്രയാണെങ്കിലും പറയാം, എത്ര വേണമെങ്കിലും പറയാം. പറയണം എന്ത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു വട്ടം കൂടി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ പറയണം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറഞ്ഞ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഒരു വട്ടം കൂടി, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇന്നത്തെ ഈ പകലിലും അതുപോലെ ഇന്നത്തെ രാവ്, ഇന്ന് 10-ാം രാവാണ്,
ഇന്നുമൊക്കെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. മറക്കരുതേ. ഒന്ന് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഈ 4 ദിക്ർ മറക്കരുത്. അതോടൊപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, ഇത് മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ദുആ, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആയും നമ്മൾ പറയണം. കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുണ്യമായ തൗബ അല്ലാഹു തആല ഖബൂൽ ചെയ്തത് പരിശുദ്ധമായ ഇതുപോലുള്ളൊരു സമയത്താണ്. മുഹറം 10-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെയായി നമ്മൾ അധികരിപ്പിക്കണേ. എന്ത്? റബ്ബനാ ളലംനാ, നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനുള്ള വലിയൊരു ദുആയാണത്. അതൊരു ഇസ്തിഗ്ഫാറാണ്, അതൊരു തൗബയുടെ വചനമാണ്. റബ്ബനാ എന്ന് പറഞ്ഞേ, റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു പറയപ്പെട്ട ദിക്റുകൾ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അത് പറയട്ടോ. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവെ, ഒരു വട്ടം പറഞ്ഞാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന, നമ്മളൊക്കെ ഒരുപാട് കൊണ്ട് ചൊല്ലിയ സ്വലാത്താണ്, ഒരുപാട് പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ്. ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പകലും ഇന്നത്തെ മഗ്രിബോടുകൂടി കടന്നു വരുന്ന സമയത്തും അതുപോലെ തന്നെ നാളത്തെ പകലിലും ഒക്കെയായി പറയണേ. ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഈ സ്വലാത്ത് മറക്കരുത്. നമുക്കൊന്ന് ഒരു വട്ടം ഒന്നിച്ചു പറഞ്ഞാലൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഈ സ്വലാത്ത് വളരെ പ്രാധാന്യമുള്ള സ്വലാത്താണ്. ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. പിന്നെയോ 10 നന്മകൾ എഴുതും, 10 തിന്മകൾ മായ്ക്കപ്പെടും, 10 ദറജകൾ കൊടുക്കും, 10 ഗുണങ്ങൾ കൊടുക്കും. പ്രത്യേകിച്ച് പുണ്യമാക്കപ്പെട്ട ഈ സമയത്തൊക്കെയാണ് ഇത് പറയുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേട്ടമാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ്, മരണപ്പെട്ട നമ്മുടെ ഉമ്മ, വാപ്പ, വല്ലുപ്പ, വല്ലുമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരി, സഹോദരൻ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ട്. ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഇന്നത്തെ പകലിൽ ഓതാൻ മറക്കരുത്. ഇന്നത്തെ പകൽ ഒരു യാസീൻ ഓതണേ. ഇന്നത്തെ മഗ്രിബിന് ശേഷം ഒരു യാസീൻ പറ്റുമെങ്കിൽ ഓതണേ. അതുപോലെ നാളത്തെ പകലിലും ഒരു യാസീൻ ഓതാം. 3 യാസീൻ ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ നിർബന്ധമായി ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങളല്ല. യാസീൻ നമ്മൾ ഓതാറുണ്ടല്ലോ അല്ലേ? യാസീൻ ഏത് സമയത്തും ഓതാം. സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ ഓതുന്നത് അത് അള്ളാഹു തരുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരണപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഓദിക്കോ, കൂലി പടച്ചോൻ തരും. ഞാനും നിങ്ങളെ വല്ലല്ലോ കൂലി നിശ്ചയിക്കുന്നത്, അള്ളാഹു അല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ഇത് ആര് പറഞ്ഞതാ, എപ്പോൾ പറഞ്ഞതാ, എന്തിനു പറഞ്ഞതാ, ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നൊന്നും ചോദിച്ചു വരല്ലേ. ചെയ്യുന്നത് ഖുർആനാണ്, ഓതുന്നത് ഖുർആനാണ്. ഖുർആൻ അത് ബിദ്അത്തല്ലല്ലോ, ഖുർആൻ ഓതൽ ബിദ്അത്തല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓദിക്കോ. സൂറത്ത് യാസീൻ പറ്റുന്ന സമയത്തൊക്കെ ഓദിക്കോ, അതൊക്കെ വലിയ കൂലിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ സൂറത്ത് യാസീൻ. അതെൻ്റെ ഉമ്മത്ത് മുഴുവനും മനഃപ്പാഠമാക്കിയെങ്കിൽ വളരെ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ നബിതങ്ങൾ ആഗ്രഹിച്ച മറ്റൊരു കാര്യമാണ്, എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് മുമ്പ് വുളു എടുക്കുമല്ലോ, ആ വുളു എടുക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മത്തിങ്ങൾ മുഴുവനും ഒന്ന് പല്ല് തേച്ചിരുന്നെങ്കിൽ എന്ന് നബിതങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്താ പറയുക, നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യണം. നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കൊക്കെ വേണ്ടി ഓദിക്കോ യാസീൻ അല്ലേ, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ഓദിക്കോ യാസീൻ. ഓതിയിട്ട് നല്ലവണ്ണം ദുആ ചെയ്യും പടച്ചോനെ. അതുപോലെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, ആയത്തുൽ കുർസി, ആമന റസൂലു ലൗ അൻസൽനാ ഒക്കെ നമുക്ക് ഓതാം. അതുപോലെ ലഖദ് ജാഅക്കും അല്ലേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് തടയാൻ, നബി സല്ലല്ലാഹു തങ്ങളെ സ്വപ്നം കാണാൻ, പ്രയാസങ്ങൾ മാറാൻ, ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാൻ പറ്റിയ ആയത്താണ് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് ലഖദ് ജാഅക്കും എന്നുള്ളത്. അതൊന്നും ഒഴിവാക്കരുതേ, പറ്റുന്നത് പോലെ ചൊല്ലു കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞു അല്ലേ? ദിക്റുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ചില ഖുർആനിക ആയത്തുകൾ നമ്മൾ പറഞ്ഞു, ചില സൂറത്തുകൾ നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ള ചില ദുആകളാണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 5 ദുആ, പ്രത്യേകിച്ച് റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാമത്തെ ദുആ ഏതാ? റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മൂന്നാമത്തെ ദുആ മറക്കല്ലേ. മൂന്നാമത്തെ ദുആ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന് വേണ്ടിയുള്ള ദുആ ഏതാ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നാലാമത്തെ ദുആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ദുആ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അഞ്ചാമത്തെ ദുആ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഇത് ഇൻഷാ അല്ലാഹ് എന്തായാലും ഇന്നത്തെ പകലും ഇന്നത്തെ മഗ്രിബോട് കൂടി വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ദുആ ഇറക്കണം. ഒരുപാട് കണ്ട് ദുആ ചെയ്യണം. ആ കൂട്ടത്തിൽ പറയേണ്ട ചില ദുആകൾ. അപ്പോൾ അഞ്ചാമത്തെ കാര്യം ദുആയാണ്. പിന്നെയോ ആറാമതായി നമ്മൾ പറഞ്ഞു സിയാറത്ത് ചെയ്യുക, അതായത് മരണപ്പെട്ടവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യുക. പുരുഷന്മാർ പള്ളിയിൽ പോയി ഉമ്മാൻ്റെ വാപ്പാടെ കവറെങ്കിൽ പോയിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ദുആ ഇറക്കാം. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ നോമ്പ് തുറ ഇൻഷാ അല്ലാഹ് അത് ഖൈറാക്കുക, അതൊന്ന് വിശാലമാക്കുക. കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ച് നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ സഹോദരന്മാരെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കാൻ പറ്റിയ അത് വലിയ പുണ്യമാണ് അല്ലേ? വലിയ പുണ്യമാണ്. ഇപ്പോൾ തറവാട്ടിലേക്ക് എല്ലാവരും പോവുക, അല്ലെങ്കിൽ എന്താണ് പുതിയ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ എല്ലാവരെയും ക്ഷണിക്കുക. ഒരു വീട്ടിൽ തന്നെ എല്ലാ സഹോദരന്മാരും കൂടി നോമ്പ് തുറ വെക്കുക, അത് വലിയൊരു ഖൈറാൻ. കാരണം കുടുംബത്തെ എല്ലാവരെയും വിശാലത ചെയ്യേണ്ട, കുടുംബത്തിൽ സന്തോഷം കൊടുക്കേണ്ട ഒരു സമയമാണ് ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള എല്ലാ സമയത്തും വർഷങ്ങളിലും മാസങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം കിട്ടാൻ ഈ ഇന്നത്തെ ദിവസത്തിലെ സന്തോഷം കാരണമാവണം. അതുകൊണ്ട് ഏഴാമത്തെ കാര്യം ആ കാര്യം നമ്മുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട വിശാലമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എട്ടാമത്തെ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി വരുന്ന സമയം ഒരുപാട് പ്രത്യേകതയുള്ള സമയമാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യം ഒരിക്കലും ഒഴിവാക്കരുത്. നിസ്കാരം കൃത്യമായിരിക്കണം, അത് ഖളാ ആക്കരുത്. പ്രത്യേകിച്ച് സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാനും നമ്മൾ നിൽക്കരുത്. ഇൻഷാ അല്ലാഹ് കൃത്യസമയത്തിന് ജമാഅത്തോടു കൂടി പറ്റുമെങ്കിൽ നിസ്കരിക്കുക. അതാണ് എട്ടാമത്തെ കാര്യം. ഒൻപതാമത്തേത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുമെങ്കിൽ രോഗസന്ദർശനം നടത്തും. നമ്മുടെ പരിസരത്ത് ആരെങ്കിലുമൊക്കെ രോഗിയായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി രോഗസന്ദർശനം നടത്തൽ ഇന്നത്തെ ദിവസമൊക്കെ നമ്മൾ ചെയ്യുന്ന, അതുപോലെ നാളത്തെ ദിവസം ചെയ്യുന്ന അമലുകളിൽ വളരെയധികം പ്രാധാന്യമുള്ള അമലാണ്. അതാണ് ഒമ്പതാമത്തെ കാര്യം. പിന്നെ പത്താമത്തേതോ നാളത്തെ നോമ്പിൻ്റെ നിയ്യത്ത് മറന്നു പോകരുത്. എന്താണ്? ഇന്നത്തെ രാത്രി തന്നെ വെക്കണം. മുഹറം 10 ആഷുറയിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ചയാണല്ലോ നാളെ, തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖളാ വീട്ടുന്നു. ഇങ്ങനെ 3 നിയ്യത്തും നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിയ്യത്ത് ഇന്നത്തെ രാത്രി തന്നെ വെക്കാൻ മറന്നു പോവണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് മനസ്സിലായില്ലേ പറയേണ്ട കാര്യങ്ങളൊക്കെ? പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതൊരിക്കലും മറക്കരുത് കേട്ടോ, ഒരിക്കലും മറക്കരുത്. ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് വാരിക്കോരി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. 10 കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ 10 കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ദുനിയാവും ആഖിറവും ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അനാവശ്യമായ ചർച്ചകളിലേക്കൊന്നും പോവണ്ട. പിന്നെ ഹറാമായ ചിന്തകളൊക്കെ മാറ്റിവെക്കുക. എപ്പോഴും ദുആരക്കുക, എപ്പോഴും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്നു. ഉസ്താദേ, ഞങ്ങൾ ഈ വർഷം ഉംറക്ക് പോകുന്നുണ്ട്, അടുത്ത ആഴ്ച ഉംറക്ക് പോകുന്നു, അടുത്ത മാസം ഉംറക്ക് പോകുന്നു, ഈ വർഷം ഹജ്ജിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. പിന്നെ മകളുടെ വിവാഹം ശരിയാവാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്തതിന് ശേഷം ശരിയായി. ഇങ്ങനെ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്നവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ സന്തോഷം നിലനിർത്തി തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ആ വീഡിയോകൾക്ക് താഴെ, അർഷദ് ബദരി ഉസ്താദിൻ്റെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആളുകൾ, ഉമ്മമാരും ഉപ്പമാരൊക്കെ കമൻ്റ് എഴുതുന്നുണ്ട്, ഒരുപാട് ദുആ വസീയത്ത് പറയുന്നുണ്ട്. ആരൊക്കെ കമൻ്റ് എഴുതുന്നോ അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരൊക്കെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോകൾക്ക് താഴെ കമൻ്റ് എഴുതുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് വേണ്ടിയൊക്കെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ മറന്നു പോകരുതേ. കാരണം നമ്മുടെ അടുക്കൽ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല വേഗത്തിൽ ആ ദുആ സ്വീകരിക്കും. ഒന്നാമത്തെ ഗുണം എന്ന് പറയാൻ നമ്മുടെ അടുക്കൽ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഗുണം അല്ലാഹു തആല ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല വേറൊരാളെ ഏൽപ്പിക്കും.
അപ്പോൾ അതുകൊണ്ട് മറന്നു പോവണ്ട, ആ ദുആയും ഒക്കെ നമ്മൾ പരമാവധി അധികരിപ്പിക്കുക. പിന്നെയോ ഒരുപാട് സ്വതക്ക കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റുന്നത് പോലെ സ്വതക്ക കൊടുക്കുക. നോമ്പ് തുറക്ക് വേണ്ടി എന്തെങ്കിലും, അല്ലെങ്കിൽ നാളത്തെ നോമ്പ് തുറക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പള്ളിയിലേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒന്ന് നോമ്പ് തുറപ്പിക്കാനെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ? ഇന്നത്തെ പകൽ ചെയ്യേണ്ട കാര്യം, അതുപോലെ ഇന്നത്തെ പകൽ നിസ്കാരം ഇന്ന് ശ്രദ്ധിക്കണേ, നാളെ ശ്രദ്ധിക്കണേ, ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ പകൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ മഗ്‌രിബോടുകൂടി കടന്നു വരുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ യാസീൻ ഓതിയൊക്കെ ദുആരക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് നമ്മുടെ ചാനലിൽ ഉണ്ടാകും, അത് നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയുള്ള മൊത്തത്തിലുള്ള ദുആയൊക്കെ ഇന്നത്തെ മജ്ലിസിൽ ഉണ്ടാകും. അതുപോലെ നാളത്തെ നോമ്പിൻ്റെ കാര്യം നാളെ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക കേട്ടോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അത് 40 വട്ടം ചുരുങ്ങിയത് ഇന്നത്തെ പകൽ നാളത്തെ പകൽ മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം പരിപൂർണമായി സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. നാളെ വിശദമായി മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.